24-ന്റെ ഒരു വാർത്താ ഫലം കണ്ടു എന്ന് മാത്രമല്ല ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്ക് റവന്യൂ മന്ത്രി കെ രാജൻ നേരിട്ടെത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാർത്ത കണ്ട ഉടനെ തന്നെ നേരിട്ടിടപെട്ട് അന്ന് രാത്രി തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞു. കാര്യം ഇതായിരുന്നു, ഇടുക്കി വണ്ടിപ്പെരിയാറിലെ വിദ്യാർത്ഥികളായ സഹോദരിമാരുടെ വീട്ടിൽ വൈദ്യുതി എത്തുന്നു. ഹാഷിനിയുടെയും ഹർഷിനിയുടെയും വീട്ടിൽ വൈദ്യുതി കണക്ഷൻ നൽകാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഈ മന്ത്രി രാജൻ നേരിട്ട് ഇടപെട്ടതിന് പിന്നാലെയാണ് കളക്ടർ ഇടപെടൽ. അടിയന്തരമായി കണക്ഷൻ നൽകണമെന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ KCBക്ക് നിർദ്ദേശം നൽകിയത്. 24-ന്റെ ഇമ്പാക്ട്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും രാഹുലിന്റെ വാർത്താ ഫലം കൊണ്ട് ആ കുടുംബത്തിലെ വൈദ്യുതി വെളിച്ചം ലഭിക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനുള്ള നടപടി KCB സ്വീകരിച്ചേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് നാളെ അല്ലെങ്കിൽ നാളെ അതിനപ്പുറത്തേക്ക് കടന്നു പോകില്ല എന്നുള്ളതാണ് KCB തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പോസ്റ്റ് ഉൾപ്പെടെ സ്ഥാപിച്ച് വേണം ഈ ലൈൻ വലിക്കാൻ, ആ വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ കൊടുക്കാൻ. അതിന്റെ ഒരു കാലതാമസം മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ഹാഷിനിയും ഹർഷിനിയും ഇരുട്ടത്തിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വാർത്ത പുറത്തേക്ക് വിടുന്നു. മോർണിംഗ് ഷോയിൽ തന്നെയാണ് ആ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്. പിന്നാലെ റവന്യൂ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. കളക്ടർ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു. കളക്ടർ എന്തായാലും അടിയന്തരമായി തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കളക്ടർ ഈ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് വേണ്ടി KCBക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. അത്തരത്തിലൊരു ഉത്തരവ് തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും പോപ്സ് എന്ന എസ്റ്റേറ്റിന്റെ മാനേജ്മെന്റ് തടസ്സവാദം നിന്നതിനെ തുടർന്നായിരുന്നു. അതായത് ഈ എസ്റ്റേറ്റിനുള്ളിലൂടെ ഇലക്ട്രിക് പോസ്റ്റ് വലിക്കുന്നതിന് സാധിക്കില്ല, തങ്ങളുടെ സ്ഥലത്തൂടെ മറ്റൊരാളുടെ പേരിൽ വൈദ്യുതി കണക്ഷൻ നൽകാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള പിടിവാശിയായിരുന്നു. അതെന്തായാലും പാടില്ല എന്ന് കൃത്യമായിട്ട് റവന്യൂ മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ വൈദ്യുതി എന്ന് പറയുന്നത് ഒരു അവശ്യ സർവീസാണ്, അതിന് തടസ്സം നിൽക്കാൻ ആർക്കും സാധിക്കില്ല എന്നുകൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റുമായി റവന്യൂ ഉദ്യോഗസ്ഥർ സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മുൻപ് ഈ ഹാഷിനെയും ഹർഷിനെയും താമസിക്കുന്ന വീടിനോട് ചേർന്ന് ഒരു വണ്ടിപ്പെരിയാർ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ക്ലബ്ബിൽ നിന്നാണ് ഇവരുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തിയിരുന്നത്. ആ ക്ലബ്ബിലെ വൈദ്യുതി പോസ്റ്റുകൾ കാലപ്പഴക്കം മൂലം ഒടിഞ്ഞു വീണതോടുകൂടിയാണ് അവിടേക്കുള്ള ഈ വൈദ്യുതി കണക്ഷൻ ഇല്ലാതായത്. എന്തായാലും ആ ക്ലബ്ബിൽ ആരുടെ പേരിലായിരുന്നോ വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരുന്നത്, അതായത് 2 മാസം മുമ്പ് വരെ ആരുടെ പേരിലായിരുന്നോ വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരുന്നത്, അതേ പേരിൽ തന്നെ ഈ ഹാഷിനിയുടെയും ഹർഷിനിയുടെയും വീട്ടിൽ നിലവിൽ വീണ്ടും വൈദ്യുതി കണക്ഷൻ കൊടുക്കാനാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത്. മാത്രമല്ല, ഈ പോപ്സ് എസ്റ്റേറ്റും ഈ ഹാഷിനിയുടെയും ഹർഷിനിയുടെയും ഈ വീടിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഹൈക്കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കറണ്ട് നൽകാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് എന്നുകൂടി ഘട്ടത്തിൽ പറയുകയാണ്. എന്തായാലും വളരെ ആശ്വാസകരമായ കാര്യം, ആ കുട്ടികളുടെ പഠനം അത് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. മാത്രമല്ല, പ്രായമായ ഈ കുട്ടികളുടെ മുത്തശ്ശനുണ്ടായിരുന്നു വിജയൻ, അവരുടെയൊക്കെ ജീവിതം വലിയ ബുദ്ധിമുട്ടിൽ മുന്നോട്ട് പോവുകയായിരുന്നു. കറണ്ടുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതിന് നമ്മുടെ 24-ന്റെ വാർത്ത ഒരു പ്രയോജനം കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും റവന്യൂ മന്ത്രിയുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. അത് ആദ്യം മുതൽ തന്നെ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി. ഇന്നലെ രാത്രിയിലാണെങ്കിലും ഈ കളക്ടറുടെ ഉത്തരവ് വന്നതിന് ശേഷം അത് കൃത്യമായി ബൽറാം നെടുങ്ങാടിയെ വിളിച്ചറിയിക്കുകയും അത് കൃത്യമായി അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്കൈൻ. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ ചേർന്നത്. മന്ത്രി കെ രാജൻ ഇക്കാര്യം എന്നെയും അറിയിച്ചിരുന്നു. താങ്ക് യു മിനിസ്റ്റർ രാജൻ. അതുപോലെ താങ്ക് യു ഡിസ്ട്രിക്ട് കളക്ടർ. അതുപോലെ ഈ അർച്ചനയുടെയും അച്ഛൻ മോഹനൻ നമുക്കൊപ്പം ചേരുകയാണ്. കുട്ടികളുടെ പിതാവിന് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മോഹൻ, നമസ്കാരം. എന്തായാലും താങ്കളുടെ ഒരു വിഷമം മാറിയല്ലോ. വിഷമം മാറി സാറേ. നമസ്കാരം സാറേ. നമസ്കാരം. കൊച്ചിന്റെ കൊടുക്കാം സാറേ. ഓക്കെ. ഗുഡ് മോർണിംഗ് മോളെ. കറണ്ടൊക്കെ കിട്ടാൻ പോവാ. ഇനി കറണ്ടിനകത്ത് ഇരുന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഒത്തിരി നന്ദി. മോക്ക് സന്തോഷായോ? ആ കളക്ടർ അങ്കിൾക്ക് ഒരു നന്ദി പറഞ്ഞോണം കേട്ടോ. കളക്ടർ ഓഫീസിന് നന്ദി. പിന്നെ നമ്മുടെ രാജനങ്ങളുണ്ട്, നമ്മുടെ മന്ത്രി, അദ്ദേഹം ഇടപെട്ടായിരുന്നു കേട്ടോ. ആ അങ്കിളിനും ഒരു നന്ദി പറഞ്ഞത്. നന്ദി. ഓക്കെ മോളെ, വളരെ സന്തോഷമായിട്ടിരിക്കുക. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. രാഹുൽ വിജയൻ മോളുടെ വീടുമായിട്ട് ബന്ധപ്പെടും കേട്ടോ. വളരെ അച്ഛനും മക്കളും ഒക്കെ സന്തോഷമായിട്ട് കഴിയുക കേട്ടോ. താങ്ക് യു. രാവിലെ എന്തെങ്കിലും കഴിച്ചോ? അയ്യോ, ഞാനൊക്കെ എപ്പോഴും എഴുന്നേറ്റായിരുന്നു. മതി മോള് എന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിക്കണം കേട്ടോ. ആയിക്കോട്ടെ. ശരി. ഓക്കെ, താങ്ക് യു. എന്തായാലും നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. കുട്ടികളുടെ വിഷമം മാറി, എല്ലാവരും സമയത്ത് ഇടപെട്ടു. വാർത്ത കണ്ട ഉടനെ തന്നെ കാര്യങ്ങൾ തകൃതിയായിട്ട് നീങ്ങി. നമുക്കും സന്തോഷം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.